SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നത് ആദ്യമല്ല. അദ്ദേഹം പല തവണ, പല കുറി, പല വേദികളിൽ, പല തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. മലപ്പുറം പരാമർശം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മലപ്പുറം പരാമർശം വലിയ രീതിയിൽ വിവാദമാവുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്ത പരാമർശമാണ്. അതിന് സമാനമായ ഒരു പ്രതികരണം വീണ്ടും നടത്തിയിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങളുടെ ന്യൂസ് 18 കേരളം പ്രതിനിധി ശരണ്യ സ്നേഹജന് നൽകിയ അഭിമുഖത്തിലാണ് സമാന നിലയിലുള്ള മുസ്ലിം വിഭാഗത്തിൽ വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള അവരെ വർഗീയമായിട്ടുള്ളൊരു പരാമർശം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ അത് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ എന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട പോലും തുറക്കാൻ അവിടെ ആരെയും അനുവദിക്കാറില്ല. പലരും ഭയന്നിട്ടാണ് ഇത് പുറത്തു പറയാത്തത്. പലരും ഈ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്, പക്ഷേ അത് ഭയന്നിട്ട് തുറന്നു പറയാത്തതാണ്. മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് മലപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നത് എന്ന വലിയ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. ഒപ്പം നേരത്തെ നടത്തിയ മലപ്പുറം പരാമർശത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. അഭിമുഖത്തിന്റെ ആ പ്രസക്തമായ ചില ഭാഗങ്ങളിലേക്ക്. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാനും ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ള കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാളൊരു ചായക്കട തോന്നിരിക്കാൻ ഹിന്ദുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. ഒപ്പം ലീഗിനെതിരായ വിമർശനം കൂടി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിക്കളഞ്ഞു എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. കോൺഗ്രസിൽ ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് പോയി ലീഗിനോട് ചോദിക്കേണ്ടുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നു. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണ് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ്. മുസ്ലിം മതവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഈ ലീഗിനെതിരായി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വിമർശനത്തിന്റെ തുടർച്ചയായ വിമർശനങ്ങൾ വെള്ളാപ്പള്ളിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോഴേ വിഴുങ്ങിയിരിക്കുകയല്ലേ. കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടല്ലേ ഇപ്പോഴും ചേർക്കുന്നത്. ഇത്തരം ഗതികെട്ടൊരു അവസ്ഥ കോൺഗ്രസിന് ഇന്ന് കേരളത്തിലുള്ളത് പോലെ വേറെ ആർക്കുണ്ട്? ഏത് കാര്യം പറയണമെങ്കിലും മിണ്ടണമെങ്കിലും ലീഗിനോട് ചോദിക്കണ്ടേ? കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ ലീഗിൻ്റെ അനുവാദം വേണ്ടേ? ലീഗിൻ്റെ ദാർഢ്യം തന്നെ നോക്കുക. ഒരു വർത്തമാനത്തിൻ്റെ ദാർഢ്യം. ഒരു കേരളം 2 ടേം ഭരിച്ചു, 3ാമത്തെ ടേം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറയണത് എന്താണ്? ആണും പെണ്ണും കെട്ടണമെന്നാണ്. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ആരാണ് അവർ? പ്രധാനപ്പെട്ട ആളുകൾ. അവന് വേറുള്ള പ്രധാനപ്പെട്ട വലിയ ദിവ്യന്മാരായ ഈ ലീഗിലെ നേതാക്കന്മാർ ഭരണം ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ പറയുന്നതും ദുബായ് ചെന്ന് പറയുന്നത് എന്താണ്? 9.5 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നു, ഇനി വരന്ന് കയറണം, മാത്രമല്ല 9.5 കൊല്ലം കൊണ്ട് പോയി മുഴുവൻ ഞങ്ങൾ പിടിച്ചിട്ട് എടുക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദാർഢ്യത്തിൻ്റെ സ്വരം. ഇപ്പോൾ ഭരണമില്ലാത്തപ്പോൾ ഇതാണ് പറയണമെങ്കിൽ ഭരണത്തിൽ വന്നാൽ നമ്മളൊക്കെ എവിടെ പോയിട്ട് വരും? കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും ഇവിടെയൊക്കെ ഭരണം വന്നാൽ. മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി. അപ്പോൾ മുസ്ലിം മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മലപ്പുറത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് ഒരു ഭാഗത്ത് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചും മറ്റും അടുത്ത ഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും 2 തരത്തിലുള്ള വിമർശനമാണ് എന്ന് വ്യക്തമാകും നമുക്ക് അത് കേൾക്കുമ്പോൾ. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് നിലമ്പൂരിൽ വെള്ളാപ്പള്ളി നടേശൻ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: മലപ്പുറം ഒരു പ്രത്യേക രാജ്യവും പ്രത്യേക സംസ്ഥാനവുമായാണ് ചില ആളുകൾ കാണുന്നത്.
സ്വതന്ത്രമായ വായു ശ്വസിച്ചും അഭിപ്രായം പറഞ്ഞും അവിടെ ജീവിക്കാനാകില്ല. ഈഴവർക്ക് മലപ്പുറത്ത് തൊഴിലുറപ്പ് മാത്രമേ ഉള്ളൂ. പള്ളിക്കൂടമോ കോളേജോ ഹയർ സെക്കൻഡറി സ്കൂളോ ഒന്നും ഇല്ല തുടങ്ങിയതായിരുന്നു അന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം. അന്ന് ആ പരാമർശം നടത്തുമ്പോൾ വെള്ളാപ്പള്ളിയോട് ആവർത്തിച്ച് അല്ലെങ്കിൽ ഇത്തരം സ്കൂളുകൾ ലഭിക്കാതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെയുള്ള അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടോ, അത് നിരസിക്കപ്പെട്ടിട്ടുണ്ടോ, അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് ആരായുമ്പോൾ അത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളുമില്ല, പ്രതികരണങ്ങളുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോപണം അവിടെയുണ്ട്. സമാനമായ നിലയിലാണ് ഇപ്പോൾ മുസ്ലിം മതവിഭാഗങ്ങളുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ ചായക്കട പോലും തുറക്കാൻ പറ്റില്ല എന്നതുൾപ്പെടെയുള്ള അവരുടെ താല്പര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം എന്ന ആരോപണം വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നത്. ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ സാഹചര്യമോ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹത്തിന് അതിന് മറുപടിയുണ്ടോ? ഇല്ല. അത് കാടടച്ച് വെടിവെക്കുന്നത് പോലെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അത് വിദ്വേഷ പ്രചരണമാണ്. അത് ആവർത്തിച്ച് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നു എന്നത് വേണം അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ നിലമ്പൂരിൽ വെള്ളാപ്പള്ളി നടത്തുമ്പോൾ വലിയ ചർച്ചയാകുമ്പോൾ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് എന്നത് കൂടി നമ്മൾ ഓർക്കണം. ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ആരെങ്കിലും തള്ളിപ്പറയാൻ തയ്യാറായോ? വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയതിന്റെ 30ാം വാർഷികം പ്രമാണിച്ച് നടന്ന ചടങ്ങിൽ അന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുമോ ഇല്ലയോ എന്നത് വലിയ ചർച്ചയായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ പൈതൃകം പേറുന്ന, അതൊക്കെ അനുസരിച്ച് പോകുന്ന വ്യക്തിയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് ചെയ്തത്. മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ മുഖ്യമന്ത്രി അതിനോട് പറഞ്ഞത് അത് ലീഗിനെതിരായ വിമർശനം എന്നതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെ കുറിച്ചുള്ള പരാമർശത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് അന്ന് മുഖ്യമന്ത്രിയുടെ കൂടി ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ലീഗിനെതിരായ വിമർശനം എന്ന രീതിയിൽ കാണിക്കാനാണ് പിണറായി വിജയൻ അന്ന് ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ഒരു പ്രോത്സാഹനമായി കണ്ടായിരിക്കണം വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. മലപ്പുറത്തെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ ആവർത്തിച്ചിലുള്ള പ്രസ്താവനകൾ വന്നു. ജൂലൈയിൽ അദ്ദേഹം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടായി മാറും എന്ന് പറയുകയും അതിന് മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ പേര് കോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. അത് വലിയ വാർത്തയായി. ഓഗസ്റ്റിൽ കുരിശിന്റെ വഴിയിലുള്ളവർക്കേ ഇവിടെ രക്ഷയുള്ളൂ എന്ന തരത്തിൽ വീണ്ടും ഒരു വർഗീയ പരാമർശം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുകയാണ്. ഇന്നും ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും മലപ്പുറത്തിനെതിരെ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വർഗീയ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്, അദ്ദേഹം എന്താണോ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടർച്ച തന്നെയാണ്. ആ വർഗീയ പ്രചരണം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 2015 കോഴിക്കോട് മാൻഹോളിൽ വീണ് അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കുന്നതിനിടെ മരിച്ച നൌഷാദിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ അദ്ദേഹത്തിന് പണം നൽകുമ്പോൾ, ധനസഹായം നൽകുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതിനെതിരെ രംഗത്ത് വന്നു. അപ്പോൾ നൌഷാദിന്റെ കുടുംബത്തിന് ഈ പണം നൽകുന്നത് അത് മുസ്ലിം ആയതുകൊണ്ടാണ് എന്ന ഒരു വർഗീയ പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റാരും ആയിരുന്നെങ്കിൽ അത് കിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ അന്നത്തെ സർക്കാർ തയ്യാറായിരുന്നു. അന്ന് ആ സംഭവത്തിൽ ഈ മതസ്പർദ്ധയുണ്ടാക്കുന്ന വാചകങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുമുണ്ടായപ്പോൾ അതിനെതിരെ സംസാരിക്കാൻ ഒരു KPCC അധ്യക്ഷനുണ്ടായിരുന്നു. VM സുധീരൻ അതിനെതിരെ പരാതി നൽകിയിരുന്നു. VS അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ അതിനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്തത്. പക്ഷേ ഇപ്പോൾ വെള്ളാപ്പള്ളി ആവർത്തിച്ച് ഇതുപോലെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. ഒരു ഭാഗത്ത്, മറുഭാഗത്ത് കണ്ടില്ല എന്ന് നടിക്കപ്പെടുകയാണ്. അത് ഒരു വളമായി കണ്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പ്രസ്താവനകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും LDFന്റെ തുടർഭരണത്തെ പുകഴ്ത്തുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. പിണറായി ഇല്ലായിരുന്നെങ്കിൽ 8 നിലയിൽ പൊട്ടിപ്പോകും എന്ന് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഒരു ഭാഗത്ത് പുകഴ്ത്തിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ മറുഭാഗത്ത് തന്റെ വർഗീയ പരാമർശങ്ങളുടെ ഒരു തുടർച്ചയും നടത്തുന്നത്. തിരുത്താനും തെറ്റാണ് എന്ന് പറയാനും അതിനെതിരെ നടപടിയെടുക്കാനും ആളില്ലാത്തതുകൊണ്ടും
ആരും തയ്യാറാകാത്തതുകൊണ്ടുമാണ് ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്.